എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഞാൻ ഫാദർ ബിജു പുളിക്കലാൽ, ഷെയിൻസ്റ്റാഡ് സഭാംഗമാണ്. ഇന്ന് നമ്മൾ കപ്പടയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മാതാവിനെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാതാവിന്റെ മുകളിൽ ഇങ്ങനൊരു വാചകം, ലാറ്റിൻ വാചകം കുറിച്ചിട്ടുണ്ട്, സർവൂസ് മരിയെ നോക്കും പെരുകി. ഇംഗ്ലീഷിൽ ഈ വാചകം പറയുമ്പോൾ എ സർവന്റ് ഓഫ് മേരി വിൽ നെവർ പെരിഷ് എന്നാണ്. അത് മലയാളത്തിലേക്ക് നമ്മൾ പറയുമ്പോൾ മാതാവിന്റെ ഒരു ദാസനോ അല്ലെങ്കിൽ ഒരു ദാസിയോ ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്നാണ് പറയുന്നത്. ഈ ഷെയിൻസ്റ്റാഡ് സ്ഥാപനത്തിന്റെ ഫൗണ്ടറായ കെന്നഡിക് അച്ഛൻ പറയുന്നത്, മാതാവിന്റെ കൈ പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും അല്ലെങ്കിൽ പരീക്ഷകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ ഒരിക്കലും വഴിതെറ്റിപ്പോകാനായിട്ട് മാതാവ് ഇടവരുത്തിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം സെമിനാരികളിൽ ചേർന്ന കാലം ഞാൻ ഓർക്കുകയാണ്. സെമിനാരിൽ നമ്മൾ ആദ്യം തന്നെ ഷെയിൻസ്റ്റാഡ് സെമിനാരിൽ ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മൾ സെമിനാരിലേക്ക് ആദ്യമായി കടന്നു ചെയ്തു മാതാവിന്റെ മുന്നിൽ നമ്മളൊരു പൂവ് സമർപ്പിച്ചിട്ട് നമ്മുടെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കും. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ സമർപ്പിച്ച് അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളിലും കടന്നുപോയിട്ട് സെമിനാരിൽ നിന്ന് എനിക്ക് തിരിച്ച് പോകേണ്ട അവസ്ഥകൾ വരെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും പരിശുദ്ധ അമ്മയുടെ ആ ഒരു കരം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സഹായം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചത് വിട്ടുപോകാനായിട്ട് ഒരിക്കലും അമ്മ അനുവദിച്ചിട്ടില്ല. അമ്മയുടെ ദാസൻ എന്ന് പറഞ്ഞാൽ അതൊരു അടിമ എന്നല്ല, മറിച്ച് അത് സ്നേഹത്തോടെ സമർപ്പിച്ച ഹൃദയം ആണ്. പരിശുദ്ധ അമ്മയുടെ ദാസൻ എന്നത് ദൈവത്തിന് യെസ് പറയാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മളോട് യെസ് പറഞ്ഞിരുന്ന വ്യക്തിയാണ്. ഇതാണ് ദാസി എന്നാണ്. നാം ഷെയിൻസ്റ്റാഡ് വരുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ ദാസനാണോ ദാസിയാണോ, അല്ലെങ്കിൽ വെറുതെ വന്ന് സന്ദർശിച്ചു പോകുന്ന ഒരു വ്യക്തിയാണോ? നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ ജീവിതം നമ്മുടെ കരങ്ങളിൽ ഉപയോഗിക്കാം. മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകും കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും അമ്മയോട് ചേർന്ന് നിൽക്കുവാനും അമ്മയോടൊപ്പമായിരിക്കും